ഛത്തീസ്ഗഡിൽ സേവനം നടത്തുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ മതപരിവർത്തന നിയമലംഘനം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ നേരത്തെ പദ്ധതിയിട്ടിരുന്നതായി തെളിവുകൾ. ജൂൺ 30-ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന്റെ ബലത്തിലാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ 2 സന്യാസിനികളെ അറസ്റ്റ് ചെയ്യുകയും 9 ദിവസം തടവിൽ വയ്ക്കുകയും ചെയ്തത്. ദീപിക പത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്തെ സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണിയുണ്ടാകുമെന്ന മുൻവിധിയിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് കന്യാസ്ത്രീമാർക്കെതിരെ രാജ്യസുരക്ഷാ നിയമം ചുമത്തിയത്. സംസ്ഥാനത്ത് സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണിയാവുന്നവർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കും. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കളക്ടർക്ക് ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കും. സാമുദായിക ഐക്യത്തിന് ഭീഷണിയാകുന്നതോ അല്ലെങ്കിൽ ആകാൻ പോകുന്നവയോ ആയതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് പൊതുക്രമസമാധാനത്തെയും സംസ്ഥാനത്തിന്റെ സുരക്ഷയെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ വ്യാഖ്യാനം. 1980-ലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നൽകുന്നു എന്നാണ് ഉത്തരവ്. ബജ്രംഗദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ജൂലൈ 25-നാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിസ്റ്റർമാരായ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നാരായൺപൂരിൽ നിന്നുള്ള 3 സ്ത്രീകളെ സംബന്ധിച്ച് മതപരിവർത്തനം നടത്തി കടത്താൻ ശ്രമിച്ചുവെന്നായിരുന്നു പരാതി. അറസ്റ്റിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ടതോടെയാണ് കന്യാസ്ത്രീമാർക്ക് NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്.